ആ രാവിലെ സിവിൽ സ്റ്റേഷനിലാണ് അവിടെ ഓഫീസുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുമ്പിലായി. ഇതൊരു പ്രതിഷേധ സമര പത്രമാണ്. 10 മണി രാവിലെ 10 മണി. അല്ല, കേരളത്തിൽ ബീഹാർ മോഡൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇപ്പം ബീഹാർ മോഡൽ വന്നു എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അല്ല, അത് ഇതിൻ്റെ ഭാഗമാണ്. പുറത്തുനിന്ന് ആളുകൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പരിശോധിച്ചപ്പോൾ ഈ പട്ടികയിൽ ഇവിടെ താമസിക്കാത്ത ആളുകൾ പട്ടികയിൽ പേര് വരിക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അനാവശ്യമായിട്ട് ആളുകളെ ചേർക്കുന്നതല്ലേ? അനധികൃതമായിട്ട് ആളുകളെ ഏതോ വഴിയിലൂടെ ചേർക്കുന്നെന്നുള്ളതല്ലേ? അങ്ങനത്തെ പല സംഭവങ്ങളും അതെല്ലാം ഇലക്ഷൻ കമ്മീഷന് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഉറപ്പുണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ നിലയിൽ ഉന്നയിക്കാൻ ഇടവരുന്നത്. അല്ലാത്തവർ ഇതര സംസ്ഥാനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. നമുക്കത് മനസ്സിലാക്കാൻ വിചാരിക്കാം. അവർക്കൊരു അഡ്രസ് ഉണ്ടാവും, അവർക്കൊരു പ്രദേശമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതങ്ങനെയല്ല. ഇവിടെ ജോലി ചെയ്യാത്തവർ, ഇവിടെ അറിയാത്തവർ, ആളില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളെയെല്ലാം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു. അപ്പം അത് എവിടുന്ന് ഏതൊരു കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം അത് വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനാണ്. തൃശ്ശൂരൊക്കെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ. അത് തൃശ്ശൂരിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരിലെ വിശദമായ പരിശോധന വേണമെന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 21 ഇപ്പോൾ ടൈം അവർ നിശ്ചയിച്ചിരിക്കുന്നത്. 21-ാം തീയതിയാണ് ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി സമയം വേണം. അത് നോക്കട്ടെ. ഇപ്പം അതിൻ്റെ ഫൈനൽ ഡിസിഷൻ റിപ്പോർട്ട് പറയാറായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഉന്നയിച്ചിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. കേരളത്തിന് സാമ്പത്തികമായിട്ട് വല്ലാത്ത ഉപരോധം അവർ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോഴും കേരളത്തിൻ്റെ ആവശ്യം ഞങ്ങൾ കേന്ദ്രത്തിന് ഭാഗം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഭരണഘടനാ ബാധ്യതയാണ്, നിയമപരമായ ബാധ്യതയാണത്. കേന്ദ്രം ഗവൺമെൻറ്റിനെ അംഗീകരിക്കുക, കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഒരു നിലപാടിൻ്റെ ഭാഗം. ആ നിലപാട് സ്വീകരിച്ചു കൊണ്ടിപ്പം ചൂരൽമല ദുരന്തം ആവശ്യങ്ങൾ വീണ്ടും ഗവൺമെൻറ് മുമ്പിൽ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മാറി നിൽക്കുകയല്ല. പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ഉന്നയിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട്. പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോ ജാഥ തുടങ്ങാൻ മേഖലാതല ജാഥയിലേക്ക് കിടക്കണം. അപ്പൊ ഇതിനോടകം ആ പ്രശ്നങ്ങൾ കണ്ടെത്തി ഭവന സന്ദർശനത്തിലൂടെയും മറ്റും അത് അഡ്രസ് ചെയ്തു, ആ പ്രശ്നം പരിഹരിച്ചു എന്ന് തന്നെയാണോ കരുതുന്നത്? അങ്ങനെയല്ല നിങ്ങൾ അതിൻ്റെ ആ പ്രശ്നത്തെ കാണേണ്ടത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. താങ്കൾ ചൂണ്ടിക്കാണിച്ച ഭാഗം ശരിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഞങ്ങളുടെ ഒരു രീതിക്കനുസരിച്ച്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി? ആ പ്രതികരണത്തിന് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ പ്രതികരണത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ ഭാഗം കൂടി വെച്ചിട്ടാണ് ഞങ്ങൾ ഭവന സന്ദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ നിരവധി വീടുകളിൽ പോയിട്ടുണ്ട്. ഈ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗം എല്ലാവരും പോകുന്നുണ്ട്. പ്രാദേശിക പ്രവർത്തകരും ഉയർന്ന പ്രവർത്തകന്മാരും എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പം പല അഭിപ്രായങ്ങളും ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ വീടുകളിൽ മാത്രമല്ല
ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പായ വീടുകളിൽ നിന്നും ഒരു ഭരണവിരുദ്ധ വികാരവും ഒരാൾ പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ കോൺഗ്രസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, BJP രാഷ്ട്രീയമുള്ള ആളുകളുടെ വീട്ടിലും പോയിട്ടുണ്ട്, ലീഗ് രാഷ്ട്രീയമുള്ള ആളുകളും വീട്ടിലും പോയിട്ടുണ്ട്. അവരാരും ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ ഇന്ന പെശകുണ്ടായി അല്ലെങ്കിൽ ഗവൺമെൻറ് സാധാരണക്കാരനെതിരായ നിലപാടെടുത്തു എന്നൊന്നും അവരാരും ഞങ്ങൾ മുമ്പിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിപ്പോൾ പൂർണ്ണമല്ല. ഞങ്ങൾ വീട് കയറ്റം എന്നുള്ളത് പരിശോധന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണമാകാൻ കുറച്ചുകൂടി സമയമെടുക്കും. പ്രാദേശിക തലത്തിൽ ആളുണ്ട്. ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു 10, 15, 20 മിനിറ്റ് അവർ പറയുന്നതെല്ലാം കേൾക്കുകയും അവർ പറയുന്നതിനനുസരിച്ചുള്ള മറുപടി ഞങ്ങൾ പറയുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് ഞങ്ങൾ മുഖ്യമായും വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു PRO ഏജൻസിയുടെ ശുപാർശയല്ല, ജനങ്ങളുടെ ശുപാർശയാണ് ഞങ്ങൾ അതിൽ പ്രധാനമായിട്ട് എടുക്കുന്നത്. ജനങ്ങൾ എന്താണോ പറയുന്നത് ആ ജനങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ തുടർന്ന് വരുന്ന സമീപനം.